നമസ്കാരം. പ്രധാന വാർത്തകൾ. പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച യുവാവ് മരണപ്പെട്ട സംഭവം. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലും പ്രതിഷേധം. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെ NRHM ജീവനക്കാരുടെ പ്രതിഷേധം. 2 മാസം ശമ്പളം മുടങ്ങിയതിലാണ് പ്രതിഷേധം. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ 18 മുതൽ പൂർണ്ണ പണിമുടക്കിലേക്ക്. പെരിന്തൽമണ്ണ നഗരത്തിൽ തൊണ്ടി വാഹനങ്ങൾ കുന്നുകൂടി കാട് പിടിച്ചെടുക്കുന്ന ഭാഗം ഉദ്യാനമാക്കാൻ നഗരസഭയുടെ പദ്ധതിക്ക് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അംഗീകാരം. അലനല്ലൂർ ഉണ്ണിയാലിൽ സ്കൂൾ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. കോഴിക്കോട് പാലക്കാട് ദേശീയപാത തച്ചമ്പാറ മുള്ളത്തുപാറയിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി വീട്ടിലേക്ക് ഇടിച്ചു കയറി. ആളപായമില്ല. വന്യജീവി ശല്യം തടയുന്നതിനു വേണ്ടി സോളാർ വൈദ്യുതവേലി സ്ഥാപിച്ച് ഒറ്റപ്പാലം നഗരസഭ. പനമണ്ണ മഞ്ഞളാടിപ്പടി പാടശേഖരത്താണ് വൈദ്യുതവേലി സ്ഥാപിച്ചത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി. വിശദമായ വാർത്തകളിലേക്ക്. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ യുവാവ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. പന്തല്ലൂർ കടമ്പോട് സ്വദേശി ആലുങ്ങൽ മൻസൂറാണ് മരണപ്പെട്ടത്. ഞായറാഴ്ച തെക്കുംപാട് നടന്ന വേലാഘോഷവുമായി ബന്ധപ്പെട്ട് ചെറിയ ഉന്തും തള്ളും നടന്നിരുന്നു. ഇതു സംബന്ധിച്ച വിവരങ്ങൾ ആരായുന്നതിനു വേണ്ടിയാണ് മൻസൂറിനെ തിങ്കളാഴ്ച വൈകിട്ട് പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. വൈകിട്ട് 6 മണിയോടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും പോലീസുകാർ തന്നെ ഇദ്ദേഹത്തെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് മരണം സംഭവിച്ചത്. മൻസൂർ ഹൃദ്രോഗിയായിരുന്നുവെന്നും ഇതിനു മുൻപ് 2 തവണ ഹൃദയാഘാതം സംഭവിച്ചിട്ടുണ്ടെന്നുമാണ് ലഭ്യമാകുന്ന വിവരം. അതേസമയം സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് മൻസൂറിന്റെ ബന്ധുക്കളും നാട്ടുകാരും രംഗത്തെത്തിയിരിക്കുകയാണ്. പന്തല്ലൂർ കടമ്പോട്ടിലെ ആലുങ്ങൽ മൻസൂറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രതിഷേധം അരങ്ങേറി. ഇൻക്വസ്റ്റ് നടപടികൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കണമെന്നാവശ്യപ്പെട്ട് മൻസൂറിന്റെ ബന്ധുക്കളും നാട്ടുകാരും ജില്ലാ പോലീസ് മേധാവി ശശിധരനെ തടഞ്ഞു. ഇൻക്വസ്റ്റ് നടപടികൾ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ നടത്തുക, പോസ്റ്റ്മോർട്ടത്തിന് പോലീസ് സർജൻ നേതൃത്വം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും തിങ്കളാഴ്ച വൈകിട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുമായിരുന്നു നാട്ടുകാരും ബന്ധുക്കളും ആശുപത്രിയിൽ പ്രതിഷേധിച്ചത്. പിന്നീട് സബ് കളക്ടർ അപൂർവ കൃപ്തിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ മൃതദേഹം പോലീസ് സർജനെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിച്ചത്. പിന്നീട് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച യുവാവ് മരണപ്പെട്ട സംഭവത്തിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയും കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റിയും DCC പ്രസിഡന്റ് VS ചോയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. തിങ്കളാഴ്ച ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. തിരിച്ചടിക്കും കട്ടായം തെക്കുംപാട് വേലാഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തെ തുടർന്നാണ്
ആലുങ്ങൽ മൻസൂറിനെ പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചത്. സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ ഇദ്ദേഹത്തെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. മൻസൂറിന്റെ മരണത്തിന് കാരണമായത് പോലീസ് മർദ്ദനമാണെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നത്. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയും യൂത്ത് കോൺഗ്രസും പ്രതിഷേധവുമായി എത്തി. പോലീസ് സ്റ്റേഷൻ ഉപരോധം ഉൾപ്പെടെ നടത്തുകയും ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് ഉറപ്പ് ലഭിക്കുന്ന മുറയിൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ. പിന്നീട് പന്തല്ലൂരിലെ യൂത്ത് ലീഗ് പ്രവർത്തകർ കൂടി എത്തിയതോടെ പ്രതിഷേധം രൂക്ഷമായി. 2 മാസമായി ശമ്പളം മുടങ്ങിയതിനെതിരെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെ NRHM ജീവനക്കാർ അത്യാഹിത വിഭാഗത്തിന് മുൻപിൽ പ്ലക്കാർഡുകൾ പിടിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധം സൂചന മാത്രമാണെന്നും വരും ദിവസങ്ങളിൽ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പൂർണ്ണ പണിമുടക്കും നടത്തുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരും നൽകുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് NRHM ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത്. കേന്ദ്രവിഹിതം ലഭിക്കാത്തതാണ് ശമ്പളം മുടങ്ങാൻ കാരണമെന്നും ഈ നില തുടർന്നാൽ പ്രതിഷേധം പണിമുടക്കിലേക്ക് വഴിമാറുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. NRHM എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ചൊവ്വാഴ്ച 2 മണിക്കൂർ ജോലിയിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധിക്കാനാണ് യൂണിയൻ ആഹ്വാനം ചെയ്തിരുന്നത്. ബുധനാഴ്ച മീറ്റിംഗുകൾ ബഹിഷ്കരിച്ചു. വ്യാഴാഴ്ച റിപ്പോർട്ടിംഗ് നിർത്തിവെച്ചു. വെള്ളിയാഴ്ച 4 മണിക്കൂർ ജോലിയിൽ നിന്ന് വിട്ടുനിന്നും പ്രതിഷേധിക്കാനാണ് തീരുമാനം. എന്നിട്ടും ഫലം കണ്ടില്ലെങ്കിൽ 18 മുതൽ പൂർണ്ണ പണിമുടക്കിലേക്ക് പോകാനുമാണ് യൂണിയൻ തീരുമാനം. മണ്ണാർക്കാട് ആശുപത്രിയിൽ 4 ഡോക്ടർമാർ, 13 സ്റ്റാഫ് നഴ്സ്, 2 ഡാറ്റ എൻട്രി ജീവനക്കാർ, 1 ഡയറ്റീഷ്യൻ, 1 ഓഡിയോളജിസ്റ്റ്, 1 JPHN, 1 PRO ഉൾപ്പെടെ 25 പേരാണ് ജോലി ചെയ്യുന്നത്. 2 മാസമായി ശമ്പളം ലഭിക്കാത്തത് കാരണം വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങളും NHMന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം ഈ 2024 ജനുവരി തൊട്ടിട്ട് 2 മാസക്കാലത്തെ ശമ്പളം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുപോലെ ജൂലൈ തൊട്ടിട്ട് ഞങ്ങൾക്ക് 2023 ജൂലൈ തൊട്ടിട്ട് നമുക്ക് സാലറി ഇൻക്രിമെൻറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ സാങ്ഷൻ ആയിട്ടില്ല എന്നുള്ള വിവരമാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം കേന്ദ്രത്തിൽ നിന്ന് ശരിക്കും 60% കേന്ദ്രത്തിൽ നിന്നും കേരള സർക്കാരിൻ്റെ 40% എടുത്തിട്ടാണ് നമുക്ക് NHM ജീവനക്കാർക്ക് സാലറി കിട്ടുന്നത്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടും ഇപ്പം സാങ്ഷൻ ആയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പം നമുക്ക് പേഷ്യൻസിന് ബുദ്ധിമുട്ടാവരുതെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇന്ന് 2 മണിക്കൂർ പോലും ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കാത്തതിന് കാരണം പേഷ്യൻസിന് അതൊരു ബുദ്ധിമുട്ടാവരുതെന്ന് കരുതിയിട്ടാണ്. നമ്മൾ രാത്രി 8 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 8 മണി വരെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്. എല്ലാവരും അതുപോലെ 24 അവേഴ്സും അതുപോലെ 12 മണിക്കൂറുകളൊക്കെ ഡ്യൂട്ടി ചെയ്യുന്ന NHM സ്റ്റാഫുകളുണ്ട്. ഇവരൊക്കെ ഈ 2 മാസവും സാലറി ഇല്ലാതെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ നമുക്കും അതുപോലെ നമ്മുടെ കുടുംബത്തിനും എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് വരുമ്പോൾ നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇപ്പം നടക്കുന്നത് ഒരു സൂചനാ പണിമുടക്കെന്നുള്ള രീതിയിലാണ്. ഇനിയും ഒരു നടപടി അല്ലെങ്കിൽ ഞങ്ങളോടുള്ള അവഗണന ഇങ്ങനെ തുടരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ 18-ാം തീയതിക്ക് ശേഷം പൂർണ്ണമായ ഒരു പണിമുടക്കിലേക്ക് പോകണമെന്നാണ് യൂണിയന്റെ തീരുമാനം. ഡോക്ടർ P. ദിവ്യ, ഡോക്ടർ ബുസ്താന, സ്റ്റാഫ് നഴ്സ് ഷാഹിദ് മോൻ, PRO ടീൻസ് കോതമസ് എന്നിവർ പ്രസംഗിച്ചു. അലനല്ലൂർ ഉണ്ണിയാലിൽ സ്കൂൾ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു. പരിക്കേറ്റ എടത്തുനാട്ടുകര സ്വദേശി നിഖിലിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെയാണ് അപകടം. മേലാറ്റൂർ ഭാഗത്തു നിന്നും അലനല്ലൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂൾ ബസും എടത്തനാട്ടുകര റോഡിൽ നിന്നും മേലാറ്റൂർ റോഡിലേക്ക് കടന്ന സ്കൂട്ടറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. സംഭവത്തിൽ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ യാത്രക്കാരനായ നിഖിൽ റോഡിലേക്ക് തെറിച്ചു വീണു. ഉടൻ നാട്ടുകാർ ചേർന്ന് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂൾ ബസ്സിൽ ഈ സമയം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പരിക്ക് സാരമുള്ളതല്ലെന്നാണ് പ്രാഥമിക നിഗമനം. എടത്തനാട്ടുകര സ്വദേശിയാണ് എറക്കാട്ടിരി വീട്ടിൽ നിഖിൽ. സ്കൂൾ ബസിന്റെ മുൻവശത്ത് ചില്ല് തകർന്നു. സ്കൂട്ടറിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്.
കോഴിക്കോട് പാലക്കാട് ദേശീയപാത തച്ചമ്പാറ മുള്ളത്തുപാറയിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി വീടിന്റെ അടുക്കളയിലേക്ക് ഇടിച്ചു കയറി. ചൊവ്വാഴ്ച പുലർച്ചെ 3:30 മണിക്കാണ് അപകടം. ആളപായമില്ല. കോയമ്പത്തൂരിൽ നിന്ന് സ്റ്റീൽ കമ്പിയുമായി കോഴിക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറിയാണ് മുള്ളത്തുപാറ വളവിൽ നിയന്ത്രണം വിട്ടത്. കാപ്പുമുഖത്ത് മുഹമ്മദ് റിയാസ് വാടകയ്ക്ക് നൽകിയിരുന്ന വീടിന്റെ അടുക്കളയാണ് തകർന്നത്. ഗൃഹനാഥനും ഭാര്യയും 2 കുട്ടികളുമാണ് താമസം. ഇവർ ബെഡ്റൂമിൽ ഉറക്കത്തിലായിരുന്നതിനാലാണ് അപകടം ഒഴിവായത്. പുലർച്ചെ വലിയ ശബ്ദവും കുട്ടികളുടെ നിലവിളിയും കേട്ടാണ് പ്രദേശവാസികൾ ഓടിയെത്തിയത്. അടുക്കള പൂർണ്ണമായും തകർന്നു. അരിക്കോട് സ്വദേശിയുടേതാണ് ലോറി. 3:30 മണിക്ക് സൗണ്ട് കേട്ട് അങ്ങനെ വന്ന് നോക്കുമ്പോൾ ലോറി അടുക്കള ഭാഗം ഇടിച്ചിരിക്കണം. അടുക്കള ഭാഗം തെറിച്ചു പോയി. അതിൽ വാടകക്കാർ താമസിച്ചിരുന്നു. അവർ 2 ദിവസം മുമ്പ് അതിൽ കടന്നിരുന്നു. അതിൻ്റെ ശേഷം ഇത് രണ്ട് ദിവസമായപ്പോൾ അങ്ങോട്ട് മാറ്റി. അതുകൊണ്ട് വലിയ അപകടത്തിൽ നിന്ന് ഒഴിവായി. പെരിന്തൽമണ്ണ നഗരത്തിൽ തൊണ്ടി വാഹനങ്ങൾ കുന്നുകൂടി കാടുപിടിച്ചു കിടക്കുന്ന ഭാഗം ഉദ്യാനമാക്കാൻ നഗരസഭയുടെ പദ്ധതി. വിവിധ കേസുകളിൽ പിടികൂടി തുരുമ്പെടുത്ത് നശിക്കുന്ന വാഹനങ്ങൾ നീക്കി ഈ സ്ഥലത്ത് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പൂന്തോട്ടം നിർമ്മിക്കാനാണ് പദ്ധതി. ഈ പദ്ധതിക്ക് നഗരസഭാ കൗൺസിൽ യോഗം അംഗീകാരം നൽകി. പെരിന്തൽമണ്ണ നഗരത്തിൽ മണ്ണാർക്കാട് പട്ടാമ്പി റോഡുകളെ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ ഇരുവശങ്ങളിലുമായി തൊണ്ടി വാഹനങ്ങൾ നിറഞ്ഞ് കാടുമൂടി കിടക്കുകയാണ്. പോലീസ് സ്റ്റേഷൻ, സബ് ജയിൽ, കോടതി സമുച്ചയം, എക്സൈസ് ഓഫീസ്, പഴയ ട്രഷറി ഓഫീസ് കെട്ടിടത്തിൻ്റെയുമെല്ലാം പരിസരങ്ങളിൽ പഴകിദ്രവിച്ചതും തുരുമ്പെടുത്തതുമായ വാഹനങ്ങൾ നിറഞ്ഞ നിലയിലാണ്. ഈ വാഹനങ്ങൾ നീക്കം ചെയ്ത് ഇവിടെ മനോഹരമായ ഉദ്യാനമുണ്ടാക്കാൻ നഗരസഭ തീരുമാനിച്ചു. ഈ പദ്ധതിക്ക് തിങ്കളാഴ്ച ചേർന്ന കൗൺസിൽ യോഗം അംഗീകാരം നൽകി. മറ്റൊരു സ്ഥലം കണ്ടെത്തി അവിടേക്ക് തൊണ്ടി വാഹനങ്ങൾ മാറ്റാനാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ്, റവന്യൂ അധികൃതരുമായി നഗരസഭ പ്രാഥമിക ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. തുരുമ്പെടുത്ത് നശിച്ച് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് വാഹനങ്ങൾ. പൂന്തോട്ടം ഒരുക്കുന്നതോടൊപ്പം ഓപ്പൺ ജിം അടക്കമുള്ള സൗകര്യങ്ങൾ സജ്ജീകരിക്കാനാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം നഗരസഭ വാർഷിക പദ്ധതിയിൽ നടപ്പാക്കുന്ന സോളാർ വൈദ്യുത വേലി പനമണ്ണ മഞ്ഞളാടിപ്പടി പാടശേഖരത്തിൽ സ്ഥാപിച്ചതിന്റെ ഉദ്ഘാടനം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. വന്യജീവികളുടെ ശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കാൻ നഗരസഭ കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് പാടശേഖരങ്ങളിൽ വൈദ്യുത വേലി സ്ഥാപിക്കുന്നത്. 2 ലക്ഷം രൂപ ചെലവിൽ 13 യൂണിറ്റുകളാണ് വിവിധ പാടശേഖരങ്ങളിൽ സ്ഥാപിക്കുന്നത്. കർഷകനായ പി കനകരാജന്റെ കൃഷിയിടത്തിലാണ് വേലി സ്ഥാപിച്ചിട്ടുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷ സുനീറ മുജീബ്, കൗൺസിലർമാരായ പി ശ്രീകുമാർ, സി സജിത്, പാടശേഖര സമിതി പ്രതിനിധി പി അപ്പാരു, കൃഷി അസിസ്റ്റന്റ് സുനിൽകുമാർ, പി കനകരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെർപ്പശ്ശേരിക്കാർക്കായി നഗരസഭ നിർമ്മിച്ച ഓപ്പൺ ജിം തുറന്നു. പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭ തനതു ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഓപ്പൺ ജിം ഒരുക്കിയത്. രാവിലെയും വൈകിട്ടും നിരവധി പേർ വ്യായാമത്തിനെത്തുന്ന ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ ഓപ്പൺ ജിംനേഷ്യം ഒരുക്കിയത് കായിക പ്രേമികൾക്ക് വലിയ സൗകര്യമാകും. കായികക്ഷമത നിലനിർത്തുന്നതിനുള്ള എല്ലാവിധ അത്യാധുനിക ഉപകരണങ്ങളും ഓപ്പൺ ജിംനേഷ്യത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പി മമ്മിക്കുട്ടി MLA ഓപ്പൺ ജിം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും ഒറ്റപ്പാലം MLAയുമായ കെ പ്രേംകുമാറും ചടങ്ങിൽ പങ്കെടുത്തു. 10 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു നഗരസഭയ്ക്ക് ഇങ്ങനെ ആലോചിക്കേണ്ട ഒരു സാഹചര്യമോ ആവശ്യമോ വരാത്ത നിലയിലായിരുന്നു നമ്മുടെ നാടെങ്കിൽ
ഇന്ന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കായിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകാനും ഊന്നൽ നൽകാനും കൂടുതൽ സർഗാത്മകമായിട്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും പരിപാടികളുമൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനും തയ്യാറാകുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ ഈ ഗവൺമെൻറ് കായിക വകുപ്പ് മുൻകൈയെടുത്തുകൊണ്ട് ഏതാനും മാസം മുമ്പാണ് ഇൻ്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് കേരള ISSK എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ കായിക നിക്ഷേപ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിക്കുന്ന ഒരു മേഖലയായി കായിക മേഖല മാറിയിട്ടുണ്ട്. കേരളത്തിലും സർക്കാർ നടത്തുന്ന കായിക രംഗത്തെ ഇടപെടലുകൾക്ക് പുറമെ ഒട്ടേറെ കായിക രംഗത്ത് പരിശീലനം നൽകുകയും മികച്ച കായിക പ്രതിഭകളെ വാർത്തെടുക്കുകയും ചെയ്യുന്ന വിവിധ മേഖലയിലുള്ള കായിക താരങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്നതിന് സമ്പത്ത് നല്ല തോതിൽ ചെലവഴിക്കപ്പെടുന്നുണ്ട്. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷനായി. പരിപാടിയിൽ വെച്ച് ബോഡി ബിൽഡേഴ്സ് MR ഇന്ത്യയിൽ പങ്കെടുത്ത് 6ാം സ്ഥാനം കരസ്ഥമാക്കിയ റഫീഖിനെ അനുമോദിച്ചു. വൈസ് ചെയർപേഴ്സൺ C കമലം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ VP ഷമീജ്, K മിനി, KT പ്രമീള, സഫ്ന പാറയ്ക്കൽ, VT സാദിഖ് ഹുസൈൻ, കൗൺസിലർമാരായ TK സലാം, KT മണികണ്ഠൻ, P വിഷ്ണു, നൌഷാദ് P, ബിന്ദു സുകുമാരൻ, സതിദേവി എന്നിവർ സംസാരിച്ചു. ചെർപ്പുളശ്ശേരി നഗരസഭയുടെ ഷീപേഡ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. വൈസ് ചെയർപേഴ്സൺ C കമലം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 10 ലക്ഷം രൂപ വിനിയോഗിച്ച് വനിതാ കോർപ്പറേഷനുമായി സഹകരിച്ചാണ് നഗരസഭ ഷീപേഡ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥിനികൾക്കാണ് സാനിറ്ററി നാപ്കിൻ വിതരണം ചെയ്യുന്നത്. ഷീറോസ് എന്ന പേരിൽ സംഘടിപ്പിച്ച ഷീപേഡ് പദ്ധതി ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ C കമലം ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ പ്രായപൂർത്തിയാവുന്ന ആ ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഇത് അവിടെ അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ ഏകദേശം 10 വയസ്സ് കഴിയുമ്പോഴൊക്കെ നമ്മുടെ കുട്ടികളെ പ്രായപൂർത്തിയാവണം. അപ്പോൾ ഈ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് നമ്മുടെ രക്ഷിതാക്കൾക്കും അതേപോലെ തന്നെ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്ന കുട്ടികൾക്ക് അത് മാനസികമായിട്ട് ടെൻഷനും അതേപോലെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി നമുക്ക് വീട്ടിൽ നിന്നും അപ്പന്മാർക്ക് അത് കരുതി പറഞ്ഞയക്കേണ്ടതുണ്ടാകും. നമുക്ക് എപ്പോൾ വേണിച്ചാലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VT സാദിഖ് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഫ്ന പാറയ്ക്കൽ, KT പ്രമീള, കൗൺസിലർമാരായ ബിന്ദു സുകുമാരൻ, സതിദേവി, പ്രിൻസിപ്പൽ E രാജൻ, PTA പ്രസിഡന്റ് ഷാജി പാറയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് റംസാൻ വ്രതാരംഭത്തിന്റെ ഭാഗമായി ഇഫ്താർ കിറ്റുകൾ നൽകി എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം AMLP സ്കൂൾ. 20 കുടുംബങ്ങൾക്ക് 1 മാസത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കളടങ്ങിയ കിറ്റാണ് നൽകിയത്. സ്കൂളിന് സമീപത്തെ 4 വാർഡുകളിൽ ഉൾപ്പെട്ട 10 നിർധനരായ ക്യാൻസർ രോഗികളുടെ കുടുംബങ്ങൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 10 കുടുംബങ്ങൾക്കുമാണ് ഇഫ്താർ കിറ്റ് നൽകിയത്. എല്ലാ മതവിഭാഗങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ നടത്തിവരാറുള്ള റേഷൻ, പെൻഷൻ വിതരണത്തിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾ കൂടിയാണിവർ. പൂർവ്വ വിദ്യാർത്ഥി മടത്തൊടി ഉമ്മർ PTA വൈസ് പ്രസിഡന്റ് K ആഷിഫ് ഫസലിന് കിറ്റുകൾ കൈമാറി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ CT മുരളീധരൻ അധ്യക്ഷനായി. സ്റ്റാഫ് കൺവീനർ C മുഹമ്മദ് അലി, SMC അംഗം നാസർ കാപ്പുങ്ങൽ, PTA അംഗങ്ങളായ P അഹമ്മദ് സുബൈർ, C റുബീന, P ഷാരിക, അധ്യാപകരായ KM ഷാഹിന സലീം, KA മിന്നത്ത്, T ഹബീബ, MP മിനീഷ, AP ആസിം ബിൻ ഉസ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. വല്ലപ്പുഴ മാട്ടായ പിഷാരിക്കൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ഈ മാസം 20 വരെയാണ് ക്ഷേത്രത്തിൽ പരിപാടികൾ നടക്കുന്നത്. വള്ളുവനാട്ടിലെ ചോറ്റാനിക്കര എന്നറിയപ്പെടുന്ന വല്ലപ്പുഴ മാട്ടായ പിഷാരിക്കൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവമാണ് വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച വൈകിട്ട് ഭാഗവത സപ്താഹയജ്ഞത്തോടെ പരിപാടികൾ തുടങ്ങി. സർവൈശ്വര്യ വിളക്ക് പൂജ, വിഗ്രഹഘോഷയാത്ര എന്നിവയ്ക്ക് ശേഷം KP ശശികല ടീച്ചർ ഭാഗവത സപ്താഹയജ്ഞം ഉദ്ഘാടനം ചെയ്തു. തന്ത്രി കരിയന്നൂർ ഭവത്രാധൻ നമ്പൂതിരി ദീപപ്രജ്വലനം നടത്തി.
അപ്പൊ ഇതിന്റെ ഈ വളർച്ചയിൽ അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നിങ്ങളോട് എന്താ പ്രഭാഷണം നടത്തുക, നേരത്തെ നമ്മൾ ഒന്ന് പറയാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കാര്യമാണ്. ഒന്നെങ്കിൽ ഒരാശയോ ആദർശമോ നിങ്ങളോട് പറയാനുള്ളതില്ല. രണ്ട്, ഇനി അങ്ങോട്ട് ഭൂലോക വൈകുണ്ഠാവാൻ പോവുകയാണ് വരും. ഭഗവാന്റെ കഥകളിലേക്ക് നിങ്ങൾ ഒരാഴ്ചകൾ ഇറങ്ങുകയാണ്. ഇനി അതിനപ്പുറം എന്താ പറയാനുള്ളത്? അതിലില്ലാത്തതായി ഭക്തിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എന്ന് പറയാൻ സാധിക്കുമോ? ഭാഗവതത്തിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ഭക്തിയുമായി ബന്ധപ്പെട്ട് പറയണമെന്നുണ്ടെങ്കിൽ 1000 നാളുകളുടെ അനന്തം വിചാരിച്ചാൽ പോലും സാധ്യമല്ല എന്നുള്ളത് സത്യമാണ്. ഡോക്ടർ രേഖ ആർ കൃഷ്ണൻ വിശിഷ്ടാതിഥിയായി. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് RK മേനോൻ, VN പ്രസാദ്, OP പുരുഷോത്തമൻ, K ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മാഹാത്മ്യ പ്രഭാഷണം ആരംഭിച്ചു. സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യൻ. സോപാന സംഗീതം, പാടകം, ഓട്ടൻതുള്ളൽ, സംഗീത കച്ചേരി, നൃത്തനൃത്യങ്ങൾ എന്നിവയും ഈ ദിവസങ്ങളിൽ വൈകിട്ട് അരങ്ങേറും. 18-ന് പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള താന്ത്രിക ചടങ്ങുകൾ ആരംഭിക്കും. 20-ന് ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കൽ, പനമണ്ണ ശശി, മണ്ണാർക്കാട് ശ്രീഹരി എന്നിവയുടെ ഡബിൾ തായമ്പക, മുളയങ്കാവ് ഹരിദാസനും സംഘവും അവതരിപ്പിക്കുന്ന ചെണ്ടമേളം എന്നിവ നടക്കും. ജലജന്യ രോഗങ്ങൾ നിയന്ത്രിക്കാൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർമ്മ പദ്ധതി തയ്യാറാക്കി. ബ്ലോക്കിലെ ആരോഗ്യ പ്രവർത്തകർക്കായി സംഘടിപ്പിച്ച ശില്പശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലയിൽ ജലജന്യ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട സാഹചര്യത്തിലാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചത്. ജലജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് കർമ്മ പദ്ധതികളും ആവിഷ്കരിച്ചു. ആദ്യഘട്ടത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പടക്കമുള്ള വകുപ്പുകളെ ഉൾപ്പെടുത്തി സംയുക്ത പരിശോധന നടത്തും. മതസ്ഥാപന മേധാവികളുടെ ഇടപെടൽ ഉറപ്പാക്കാനും ഭക്ഷ്യശാല ഉടമകളുടെ യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചു. ശില്പശാല പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. മഞ്ഞപ്പിത്തത്തിന്റെ അതിവ്യാപനം വളരെ പെട്ടെന്ന് നമ്മൾ തടഞ്ഞു നിർത്തിയിട്ടില്ലെങ്കിൽ അതൊരു വളരെ വലിയ ദുരന്തമായി നമ്മുടെ പെരിന്തൽമണ്ണയിലും പരിസര പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകളിലും മാറിയേക്കാം എന്നുള്ള കാര്യങ്ങളിലേക്കാണ് പോത്തുകൽ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. പോത്തുകലിൽ ഇപ്പോൾ 4 പേർ മരണപ്പെട്ടു. ആ 4 പേരുടെയും മരണകാരണം മഞ്ഞപ്പിത്തമാണ് എന്ന് പറയുന്നു. ഏതാണ്ട് 300 ചില്ലാനം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളും ഏതാണ്ട് ഇതേ രൂപത്തിൽ വന്ന് പിടിപെട്ട രോഗത്തിന്റെ ലക്ഷണങ്ങളുള്ളതാണ് എന്ന് പറയുന്നു. അതിൽ തന്നെ 3-4 പേരിപ്പോ അല്ലെങ്കിൽ 8ഓളം പേരുകൾ ഗുരുതരാവസ്ഥയിലും അതീവ ഗുരുതരാവസ്ഥയിലും ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ മഞ്ഞപ്പിത്തം വന്ന് വളരെ പെട്ടെന്ന് ദിവസങ്ങൾക്കുള്ളിൽ ആളുകൾ ഗൗരവാവസ്ഥയിലേക്കും അതീവ ഗൗരവാവസ്ഥയിലേക്കും പോകുന്നുണ്ടെങ്കിൽ, വ്യാപനത്തിനെയും മറികടന്ന് അതിവ്യാപനത്തിലേക്ക് ഇത് പോകുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ചിന്തിച്ചിരിക്കാൻ സമയമില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ മേലാറ്റൂർ CHCയുടെ ആഭിമുഖ്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഉപദേശ നിർദ്ദേശപ്രകാരം ആരോഗ്യ രംഗത്ത് കാര്യമായി പ്രവർത്തിക്കുന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെയും ഹെൽത്ത് സൂപ്പർവൈസർമാരുടെയും ഒക്കെ യോഗം ഇവിടെ വിളിച്ചിട്ടുണ്ട്. പഞ്ചായത്തുകളിൽ പ്രത്യേക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തും. ബ്ലോക്ക് തല ഏകോപനത്തിനായി മേലാറ്റൂർ CHC മെഡിക്കൽ ഓഫീസർ, ഹെൽത്ത് സൂപ്പർവൈസർ എന്നിവരെ ചുമതലപ്പെടുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്ത് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ അസീസ് പട്ടിക്കാട്, ബ്ലോക്ക് അംഗങ്ങളായ മുഹമ്മദ് നെയ്യം, ഗിരിജ ടീച്ചർ, M കമലം, മേലാറ്റൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രം സൂപ്പർവൈസർ VV ദിനേശ്, ഭക്ഷ്യസുരക്ഷാ ഓഫീസർ രമിത KG, HSC മൻസൂർ അലി, പഞ്ചായത്തുകളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവർ സംസാരിച്ചു. ഹിന്ദു ഐക്യവേദി ഒറ്റപ്പാലം താലൂക്ക് പ്രസിഡന്റ് M രാജേന്ദ്രൻ നയിച്ച ഹിന്ദു അവകാശ മുന്നേറ്റ വാഹന പ്രചാരണ ജാഥയുടെ സമാപന സമ്മേളനം കോട്ടപ്പുറം ആശുപത്രിപ്പടിയിൽ നടന്നു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഈ ധർമ്മത്തെയും സംസ്കാരത്തെയും നിലനിർത്തുന്നതിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്ന വിഭാഗമാണ് വനവാസി സമൂഹം. ആ വനവാസി സമൂഹത്തോട് സർക്കാർ ചെയ്ത ദ്രോഹത്തിന് എതിരായിട്ടാണ് ഇത്തരമൊരു വിധി ഹൈക്കോടതിക്ക് പുറപ്പെടുവിക്കേണ്ടി വന്നത്. വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്ത് കല്ലോടി വില്ലേജിൽ 5.5 ഹെക്ടർ ഭൂമി, കണക്ക് നോക്കിയാൽ ഏതാണ്ട് 15 ഏക്കറോളം വരുന്ന ഭൂമി
ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അവിടുത്തെ സെന്റ് ഫെറോന പള്ളിക്ക് സെന്റിന് 100 രൂപ പ്രകാരം ചുളുവിലയ്ക്ക് കൊടുത്തതിന് എതിരായിട്ടുള്ള വിധിയാണ്. സർക്കാരിൽ നിന്നും ക്ഷേത്രഭരണം മോചിപ്പിക്കാൻ, സാമൂഹ്യനീതി ഉറപ്പുവരുത്താൻ, സാംസ്കാരിക ധ്വംസനത്തിനെതിരെ സനാതന ധർമ്മ സംരക്ഷണത്തിന് എന്ന മുദ്രാവാക്യവുമായാണ് ഹിന്ദു അവകാശ മുന്നേറ്റയാത്ര സംഘടിപ്പിച്ചത്. ഹിന്ദു ഐക്യവേദി കരിമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കപ്പൻ നായർ സമാപന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി കരിമ്പുഴ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുരേഷ് കുമാർ ശ്രീരാമൻ, സി രവീന്ദ്രൻ, ഗോപാലകൃഷ്ണൻ, ഹരി, ജാഥ ക്യാപ്റ്റൻ എം രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വീണ്ടും ഇടവേള. വാർത്തകൾ തുടരുന്നു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 21 SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ നീക്കിവെച്ച 24 പേർക്ക് വേണ്ടി 9,60,000 രൂപയാണ് നീക്കിവെച്ചിരുന്നത്. 21 പേരായപ്പോൾ 8,38,950 രൂപ ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിക്കൊണ്ടാണ് ഇവിടെ ലാപ്ടോപ്പിൻ്റെ വിതരണം നടത്തുന്നത്. ഒട്ടേറെ പദ്ധതികൾ, കട്ടിലെ വയോജനങ്ങൾക്ക് കട്ടിലും അതുപോലെ കുടിവെള്ള ടാങ്കുകളും എല്ലാ പദ്ധതികളും SC വിഭാഗത്തിലുള്ള ആളുകൾക്ക് കൊടുക്കുന്നു. ഇന്നലെ മുഴുവൻ പഞ്ചായത്തിലെ അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്ക് സുവർണ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുട്ടക്കോഴി തികച്ചും സൗജന്യമായി എല്ലാ പഞ്ചായത്തുകളും ഗുണഭോക്തൃ വിഹിതം വാങ്ങിയിട്ടാണ് ചെയ്യുക. കഴിഞ്ഞ വർഷം വരെ നമ്മളും അങ്ങനെ ചെയ്തു. പക്ഷെ ഇത്തവണ 1 രൂപ പോലും വാങ്ങിക്കാതെ തികച്ചും സൗജന്യമായാണ് ഗ്രാമപഞ്ചായത്ത്. ചടങ്ങിൽ പുതിയ ബെഡ് സ്കൂളിന് സമീപം പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് കരിമ്പുഴ അക്ഷരക്കൂട്ടം വായനശാലയ്ക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിനായി സമ്മതപത്രം കൈമാറി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് N സാജിറ, സെമീറ സലീം, ലക്ഷ്മിക്കുട്ടി, ഖദീജ കാസിം, ഉമ്മർ കുന്നത്ത്, EP ബഷീർ, ചാമി സി, നിഷാരാമൻ, അനസ് പമ്പ്ര, സജിത കെ, വിജിത, സെക്രട്ടറി സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രി കോമ്പൗണ്ട് നവീകരണം പൂർത്തീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക ഉദ്ഘാടനം നിർവഹിച്ചു. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 ലക്ഷം രൂപ ചെലവിലാണ് മൃഗാശുപത്രി കോമ്പൗണ്ട് നവീകരണം പൂർത്തീകരിച്ചത്. പരിമിത ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു മൃഗാശുപത്രിയും കൂടിയാണ്. കാരണം രാത്രി കാലങ്ങളിലും കൂടി നമ്മുടെ ഡോക്ടറെ അവൈലബിൾ ആക്കി ഒരുപാട് ഗുണഭോക്താക്കൾ എത്തിച്ചേരുന്ന ഒരു കെട്ടിടമായിരുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ 62.5 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മൃഗാശുപത്രിക്ക് ആധുനിക കെട്ടിടം നമുക്ക് നിർമ്മിച്ചു തന്നത്. അതിനോടൊപ്പം തന്നെ, കാരണം അന്ന് ആധുനിക കെട്ടിടം ആണെങ്കിൽ പോലും അതിൻ്റെ മുറ്റം നമുക്ക് അനുസരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി ഏറ്റവും നല്ല രീതിയിൽ അതിന് ഏറ്റവും അഭിനന്ദനം പറയുന്ന നമ്മുടെ കരാറുകാരനാണ്. വൈസ് പ്രസിഡന്റ് M സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ M ഗിരിജ, C ഹരിദാസൻ, മെമ്പർ MK പ്രദീപ്, ഡോക്ടർ നവീൻ, HSC പുഷ്പാകരൻ പിള്ള, LSTD ഓവർസിയർ SMT ശരണ്യ, N വാസുദേവൻ എന്നിവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രവർത്തക കൺവെൻഷൻ കോട്ടോപ്പാടത്ത് നടന്നു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക്സഭയിലെ കേരളത്തിന്റെ ഏറ്റവും നല്ല ശബ്ദമായി, ലോക്സഭയിലെ പ്രതിപക്ഷ ശബ്ദമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ VK ശ്രീകണ്ഠൻ, പാലക്കാടിന്റെ MP. അതിൽ കഴിഞ്ഞ പ്രാവശ്യം വളരെ നല്ല ഇതില് വിജയിച്ചു. അപ്പോഴൊന്നും ശ്രീകണ്ഠൻ എന്നുള്ള വ്യക്തിയെക്കുറിച്ച് നമുക്കൊന്നും വലിയ ധാരണയുണ്ടായിരുന്നില്ല. കോൺഗ്രസ് കോട്ടോപ്പാടം മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന കൺവെൻഷനിൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് M ലൈല അധ്യക്ഷയായി. KSU സ്റ്റേറ്റ് സെക്രട്ടറി ഗൗജ വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മർ മനിച്ചിത്തൊടി, TK ഇപ്പു, ആലിസ് ജോസഫ്, D വിജയലക്ഷ്മി, പ്രസീത, മണ്ഡലം പ്രസിഡന്റുമാരായ ദീപ ഷിൻഡോ, അനിത വിത്തനോട്ടിൽ, അഫ്സറ, വിശ്വേശ്വരി,
സുഗുണകുമാരി, ശാന്തമ്മ ടീച്ചർ, അരുൺകുമാർ പാലകുർശി തുടങ്ങിയവർ പങ്കെടുത്തു. ചെർപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചു. നിരവധി പേർ ജോബ് ഫെയറിൽ പങ്കെടുത്തു. ഡിഗ്രി ഡിപ്ലോമ മേഖലയിൽ 2024 വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്കും 2021 മുതൽ ഡിഗ്രി ഡിപ്ലോമ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും പരമാവധി തൊഴിൽ ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ജോബ് ഫെയർ സംഘടിപ്പിച്ചത്. ബോർഗ് വാർണർ, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഹൈലൈറ്റ് ബിൽഡേഴ്സ്, PVR വീൽസ്, SFO ടെക്നോളജീസ്, ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ്, ആദിത്യ ബിർള, മുത്തൂറ്റ് ഫിൻകോപ്പ്, അജ്ഫാൻ ഡേറ്റ്സ് തുടങ്ങിയ 49 കമ്പനികളിലേക്കാണ് ഇൻ്റർവ്യൂ നടന്നത്. വിവിധ കോളേജുകളിൽ നിന്നായി 752 വിദ്യാർത്ഥികൾ തൊഴിൽ മേളയിൽ പങ്കെടുത്തതായി കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് സിറാജുദ്ദീൻ, പ്ലേസ്മെൻറ്റ് ഓഫീസർ മുഹമ്മദ് ഷെഫീഖ് എന്നിവർ പറഞ്ഞു. പിന്നെ മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ ഇത് 3ാമത്തെ വട്ടമാണ് നമ്മൾ ജോബ് ഫെയർ നടത്തുന്നത്. എല്ലാവരുടെയും ഫീഡ്ബാക്കുകൾ അനുസരിച്ചിട്ട് ഓരോ കൊല്ലം ഇമ്പ്രൂവ് ചെയ്യാനാണ് നോക്കുന്നത്. ഈ പ്രാവശ്യം പറഞ്ഞ മാതിരി തന്നെ കുറച്ച് നല്ല ഫീഡ്ബാക്ക്സ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഏകദേശം 300-350 കുട്ടികളാണ് വന്നിരുന്നത്. ഈ പ്രാവശ്യം ഏറെക്കുറെ ഒരു 750 വിദ്യാർത്ഥികളായിട്ടുണ്ട്. വരും കൊല്ലങ്ങളിൽ കൂടുതൽ കുട്ടികൾക്ക് ജോലി നേടിക്കൊടുക്കുക എന്നുള്ളൊരു ഉദ്യമം നന്നായി നടക്കട്ടെ എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അടുത്ത കൊല്ലം കുറച്ചും കൂടി ഭംഗിയായിട്ട് നടത്താമെന്നുള്ള ഒരു പ്രത്യാശത്തിൽ നിർത്തും. ഞങ്ങൾ മുത്തൂറ്റ് ഫിൻകോർപ്പിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സോ ഒരു പ്രോഗ്രാം വെൽ അറേഞ്ച്ഡാണ് കോളേജ് സൈഡിൽ നിന്ന്. പക്ഷേ അവർക്കിതിൽ കുറച്ചൊരു ചെയ്യാൻ പറ്റുന്നത് എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സിനും വരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്കിതൊരു ജോബ് ഓപ്പണിംഗ് പ്ലേസ് ആവും. കൂടുതൽ ആൾക്കാർ വരും. എക്സ്പീരിയൻസ് ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ഓപ്പണിംഗ് ആവാൻ സാധ്യതയുണ്ട്. From BSA Corporation, Chennai. I am coming to this college. All students are good performance and good respect. Also very thank you. എൻ്റെ പേര് ആര്യ എസ്. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. ജോബ് ഫെയർ കുറേ കമ്പനീസ് വന്നു. 3 കമ്പനീസിൽ അറ്റൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ റെസ്യൂമൊക്കെ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് അവർ പോകുന്ന വഴി പറയാമെന്ന് പറഞ്ഞു. ഓവറോൾ നല്ല ഇതായിരുന്നു. മറ്റേ നമ്മുടെ പഠിച്ചതിനെക്കുറിച്ചും അതേപോലെ എന്തായാലും മറ്റേ റേഷ്യോ കാര്യങ്ങൾ, ബിൽഡിങ് എങ്ങനെയൊക്കെ കെട്ടിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ഇനി മെയിനായിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ട്, അതിന് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ നന്നായിരുന്നു. ഞാൻ 3ഓളം കമ്പനീസിൽ നോക്കിയിട്ടുണ്ട്. കിട്ടുമെന്ന് നല്ല ഉറപ്പുണ്ട്. ഗ്ലോക്കോമ വാരാചരണത്തിന്റെ ഭാഗമായി പാലക്കാട് അഹല്യ ഐ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നെന്മാറയിൽ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. ആളുകൾക്കിടയിൽ ഗ്ലോക്കോമ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അഹല്യ ഐ ഫൗണ്ടേഷന്റെ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചത്. ഗ്ലോക്കോമ വിദഗ്ധൻ ഡോക്ടർ മഞ്ജുനാഥ് ബോധവൽക്കരണ റാലിക്ക് നേതൃത്വം നൽകി. ഡോക്ടർ മഹേഷ്, നെന്മാറ JCI പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ റാലിയിൽ പങ്കെടുത്തു. മാർച്ച് 10 മുതൽ 16 വരെയാണ് ഗ്ലോക്കോമ വാരാചരണം നടക്കുന്നത്. മാർച്ച് 31 വരെ 249 രൂപ നിരക്കിലുള്ള പ്രത്യേക പാക്കേജിൽ പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയിൽ ഗ്ലോക്കോമയുടെ വിശദമായ പരിശോധന നടത്താവുന്നതാണ്. ഇനി വാണിജ്യ വാർത്തകൾ. ലോക ഗ്ലോക്കോമ ദിനത്തോടനുബന്ധിച്ച് മണ്ണാർക്കാട് പഴേരി കോംപ്ലക്സിലെ വിഷൻ കെയർ ഐ ഹോസ്പിറ്റലിൽ സൗജന്യ നേത്ര പരിശോധനാ വാരം തുടങ്ങി. മാർച്ച് 16 വരെയാണ് സൗജന്യ പരിശോധന നടത്തുന്നത്. സീനിയർ ഓഫ്താൽമിക് സർജൻ ഡോക്ടർ ജയറാം, മെഡിക്കൽ റെറ്റിന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മാത്യു കെ ജോൺസൺ എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലാണ് രോഗികളെ പരിശോധിക്കുന്നത്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പരിശോധന. എല്ലാവിധ നേത്രരോഗ പരിശോധനയ്ക്കും കാഴ്ച പരിശോധനയ്ക്കുമുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഗ്ലോക്കോമ പൂർണ്ണ അന്ധതയിലേക്ക് നയിക്കുമെന്നും തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയാൽ ചികിത്സിച്ച് മാറ്റാൻ കഴിയുമെന്നും ഡോക്ടർ മാത്യു കെ ജോൺസൺ പറഞ്ഞു. മാർച്ച് 10 മുതൽ 16 വരെ ലോക ഗ്ലോക്കോമ വാരാചരണമാണ്. എന്തുകൊണ്ടാണ് ഗ്ലോക്കോമ എന്ന ഒരു രോഗത്തിന് വേണ്ടി ഒരാഴ്ച ദൈർഘ്യമുള്ള അവയർനെസ് പ്രോഗ്രാം നടത്തുന്നത്? എന്താണ് ഗ്ലോക്കോമ? ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിഷ്വൽ ഫീൽഡ് അഥവാ ദൃശ്യപ്രതലത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. നമുക്കറിയാം, നമ്മളൊരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഒരു വസ്തുവിലേക്ക് നോക്കുമ്പോൾ
നമുക്ക് ആ വസ്തു മാത്രമല്ല കാണുന്നത്, ചുറ്റുമുള്ള കുറേ കാര്യങ്ങൾ കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഗ്ലോക്കോമയുള്ള ഒരാൾക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളും കാണാൻ സാധിക്കില്ല. ചിലതെല്ലാം കാണും, ബാക്കി കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കില്ല. പക്ഷെ അതവർ തിരിച്ചറിയുകയുമില്ല, കാരണം അവർ നോക്കുന്ന വസ്തു കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളുടെ വിഷ്വൽ ഫീൽഡ് അഥവാ ദൃശ്യപ്രതലം, അഥവാ നമ്മൾ ഒരു പോയിന്റിൽ നോക്കുമ്പോൾ ചുറ്റുമുള്ള ഏരിയ, ആ ഏരിയയിൽ പല കാര്യങ്ങളും നമ്മൾ അറിയാതെ തന്നെ മിസ്സായി പോകുന്ന ഒരു രോഗമാണ് ഗ്ലോക്കോമ. ചുരുക്കത്തിൽ പറഞ്ഞാൽ പുറമേ നിന്ന് അകത്തേക്ക് നമ്മളുടെ ദൃശ്യപ്രതലം അല്ലെങ്കിൽ വിഷ്വൽ ഫീൽഡ് ചുരുങ്ങി വരുന്ന ഒരു രോഗമാണ് ഗ്ലോക്കോമ. 15 മുതൽ 20 വർഷം വരെ എടുക്കും ഇത് ചുരുങ്ങി കംപ്ലീറ്റ് കാഴ്ച നഷ്ടപ്പെടാനായിട്ട്. ഏറ്റവും അവസാനം ഒരു ടണലിലൂടെ നോക്കുന്നത് പോലെ ഇരിക്കും കാഴ്ച, പിന്നീട് അത് നഷ്ടപ്പെടും. അപ്പോൾ പിന്നെ ആ സമയം പൂർണ്ണമായ അന്ധതയാണ്. ആ സമയത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ അതിനു മുമ്പ് ഏറ്റവും തുടക്കത്തിൽ തന്നെ ഈ ദൃശ്യപ്രതലം അല്ലെങ്കിൽ ചുറ്റുമുള്ള വസ്തുക്കളിൽ പലതും മിസ്സായി പോകുന്ന ആ അവസ്ഥയിൽ വെച്ച് തന്നെ അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ ഗ്ലോക്കോമ അവയർനെസ് വീക്ക് നടത്തുന്നത്. സൗജന്യ പരിശോധന ക്യാമ്പിൽ ബുക്കിംഗിനായി 7736221482 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യാം. ലേഡീസ് വസ്ത്രങ്ങളുടെ അത്യുഗ്രൻ വെറൈറ്റി കളക്ഷനുമായി പോസ്റ്റ് ലോഞ്ചിന്റെ 3ാമത് ഔട്ട്ലെറ്റ് പെരിന്തൽമണ്ണയിൽ തുറന്നു. പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ മെമ്മറീസിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ച സംരംഭം സെയ്ദ് മുഹമ്മദ് കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ലേഡീസ് വസ്ത്രങ്ങളിൽ വെറൈറ്റി കോസ്റ്റ്യൂം ആഗ്രഹിക്കുന്നവർക്ക് അത്യുഗ്രൻ കളക്ഷനുമായാണ് പോസ്റ്റ് ലോഞ്ചിന്റെ 3ാമത് ഔട്ട്ലെറ്റ് പെരിന്തൽമണ്ണയിൽ തുറന്നത്. ഊട്ടി റോഡിൽ മെമ്മറീസിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ച സംരംഭം സെയ്ദ് മുഹമ്മദ് കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പോസ്റ്റ് ലോഞ്ച് ഡയറക്ടർ റിൻഷാദ്, നജീബ് കാന്തപുരം MLA തുടങ്ങിയവരും മറ്റ് അതിഥികളും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. പെരിന്തൽമണ്ണയിലെ വസ്ത്രവ്യാപാര രംഗത്ത് വളരെ ശ്രദ്ധേയമായ ഒരു ചുവടുവെപ്പ് കൂടിയാണ് പോസ്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നേരത്തെ മണ്ണാർക്കാട് റോഡിൽ നിന്ന് തുടങ്ങി അവിടെ വളരെ ഗംഭീരമായൊരു ഷോപ്പ് നടത്തുന്നുണ്ട്. അതോടൊപ്പം സ്ത്രീകൾക്ക് മാത്രമായി ഒരു വളരെ വിപുലമായ സെലക്ഷനോട് കൂടിയുള്ള പോസ്റ്റ് ലോഞ്ചിൻ്റെ ഇന്നത്തെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. വളരെ നന്നായി അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. പാർട്ടി വെയർ, വെസ്റ്റേൺ വെയർ, എത്നിക് വെയർ വസ്ത്രങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷനാണ് പോസ്റ്റ് ലോഞ്ചിൽ ഒരുക്കിയിട്ടുള്ളത്. വിവാഹം, ഹൽദി, മെഹന്തി തുടങ്ങി മംഗളമുഹൂർത്തങ്ങളിൽ അണിഞ്ഞൊരുങ്ങാൻ പാർട്ടി വെയേഴ്സ്, കൽക്കട്ട ഡിസൈനുകളുള്ള ഹെവി ഐറ്റംസ് ഡ്രസ്സുകൾ, കൊറിയൻ ഔട്ട്ഫിറ്റ് മുതൽ ഇമ്പോർട്ടഡ് വെസ്റ്റേൺ വെയേഴ്സ് തുടങ്ങി വൈവിധ്യമാർന്ന ഡിസൈനുകളുള്ള ട്രെൻഡി വസ്ത്രങ്ങൾ അനുയോജ്യമായ വിലയിൽ പോസ്റ്റ് ലോഞ്ച് പെരിന്തൽമണ്ണയിൽ ഒരുക്കിയിരിക്കുന്നു.
മെയിൻലി ആയിട്ട് ഒരുക്കിയിട്ടുള്ളത് കൽക്കട്ട ഡിസൈൻസിലുള്ള ഹെവി പാർട്ടി വിയേഴ്സ്, ഹൽദി മെഹന്തി, വെഡ്ഡിങ് തുടങ്ങിയ എല്ലാ ഫംഗ്ഷന് പറ്റിയ ഹെവി ആയിട്ടുള്ള റെഡിമെയ്ഡ് അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ വെസ്റ്റേണിലാണെങ്കിൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും നമ്മുടെ കയ്യിലുണ്ട്. കോഡ് സെറ്റ് ആണെങ്കിലും അതുപോലെ കൊറിയൻ ഔട്ട്ഫിറ്റ് ആണെങ്കിലും എല്ലാ ഔട്ട്ഫിറ്റും നമുക്കിവിടെ ലഭ്യമാണ്. മെറ്റീരിയൽസിലാണെങ്കിൽ നമ്മൾ അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് ഫുള്ള് കൽക്കട്ട ഡിസൈൻസ്, ഗുജറാത്ത് തുടങ്ങിയ ഹെവി ആയിട്ടുള്ള എല്ലാ പാറ്റേൺസും നമ്മളിവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കണ്ടെല്ലാം മനസ്സിലാകും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രമുഖ ഗായകൻ പാട്ടോഹോളിക് ഇസ്മയിലിന്റെ മ്യൂസിക് ഇവന്റും നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച യുവാവ് മരണപ്പെട്ട സംഭവം. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലും പ്രതിഷേധം. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെ NRHM ജീവനക്കാരുടെ പ്രതിഷേധം. 2 മാസം ശമ്പളം മുടങ്ങിയതിലാണ് പ്രതിഷേധം. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ 18 മുതൽ പൂർണ്ണ പണിമുടക്കിലേക്ക്. പെരിന്തൽമണ്ണ നഗരത്തിൽ തൊണ്ടി വാഹനങ്ങൾ കുന്നുകൂടി കാട് പിടിച്ചെടുക്കുന്ന ഭാഗം ഉദ്യാനമാക്കാൻ നഗരസഭയുടെ പദ്ധതിക്ക് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അംഗീകാരം. അലനല്ലൂർ ഉണ്ണിയാലിൽ സ്കൂൾ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. കോഴിക്കോട് പാലക്കാട് ദേശീയപാത തച്ചമ്പാറ മുള്ളത്തുപാറയിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി വീട്ടിലേക്ക് ഇടിച്ചു കയറി. ആളപായമില്ല. വന്യജീവി ശല്യം തടയുന്നതിനു വേണ്ടി സോളാർ വൈദ്യുതവേലി സ്ഥാപിച്ച് ഒറ്റപ്പാലം നഗരസഭ. പനമണ്ണ മഞ്ഞളാടിപ്പടി പാടശേഖരത്താണ് വൈദ്യുതവേലി സ്ഥാപിച്ചത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.